ഡിവൈഎസ്പി അല്പം ഷാർപ്പാണെന്നാ സാരംഗ് എന്നോട് പറഞ്ഞത്. സാരംഗിന്റെ സെഷൻ കഴിഞ്ഞതാണല്ലോ. പക്ഷെ എനിക്ക് ധൈര്യമുണ്ട്. മായാ മഹേശ്വരിയെ ചോദ്യം ചെയ്യുന്ന ഡിവൈഎസ്പിക്ക് ഒന്നും കിട്ടാൻ പോണില്ല. മായാ മഹേശ്വരി ആദ്യമായിട്ടല്ലല്ലോ ഒരു പോലീസ് ഓഫീസറുടെ മുന്നിൽ ഇരിക്കുന്നത്. പക്ഷെ കുട്ടിച്ച, ഈ പോലീസ് ഓഫീസർ നീതി മാത്രം നോക്കുന്നവനാണെങ്കിലോ അങ്ങനെ ഒരു അവസ്ഥ ഒഴിവാക്കുന്നതല്ലേ നല്ലത്. എങ്ങനെ? എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ കുട്ടിച്ചൻ എനിക്ക് ഓഫർ ചെയ്തത് എല്ലാ വിധത്തിൽപ്പെട്ട സെക്യൂരിറ്റിയുമാണ്. ഒരാള് പോലും എന്നെ ചോദ്യം ചെയ്യാൻ ഉണ്ടാവില്ല എന്ന വാഗ്ദാനമാണ്. പക്ഷെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? മൈഥിലി നിത്യേന എന്നെ ചോദ്യം ചെയ്യുന്നു. ഇപ്പൊ ഒരു പോലീസ് ഓഫീസറും. എന്തുകൊണ്ട് കുട്ടിച്ചൻ ഇത് അവസാനിപ്പിക്കാൻ പറ്റുന്നില്ല? ഞാൻ എന്തു വേണമെന്നാ നീ പറയുന്നത്? അയാൾ എന്നെ ചോദ്യം ചെയ്യാൻ പാടില്ല. അത് കുട്ടിച്ചൻ വിലക്കണം. മുകളിൽ നിന്ന് ആരെങ്കിലും കൊണ്ട് വിളിപ്പിച്ചു നോക്കണം. പക്ഷെ ഇത്തരം പരാതികളിൽ പൊതുവെ ഇപ്പോ മുതിർന്ന പോലീസ് ഓഫീസർമാർ ഇടപെടാറില്ല. അതവരുടെ കരിയറിനെ ബാധിക്കുമെന്ന പേടിയാണ്. സോ ഞാനൊരു കുറ്റവാളിയെ പോലെ അയാളുടെ മുമ്പിൽ ഇരിക്കണം. അയാളുടെ ചോദ്യങ്ങൾ മുഴുവൻ കേൾക്കണം. പ്രശ്നം ആവുമല്ലോ കുട്ടിച്ച. എന്ത് പ്രശ്നം? അയാളുടെ ചോദ്യങ്ങൾക്കുള്ള എന്റെ ഉത്തരം ഏതെങ്കിലും ഒന്ന് പിഴച്ചാ അയാൾ അതിൽ പിടിച്ചു കയറും. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കൈവിട്ടു എന്നെനിക്ക് തോന്നിയാൽ ഞാൻ യാമിമോളുടെ കഥയിൽ ഒതുക്കില്ല. എല്ലാം വിളിച്ചു പറയും. ഈ കഥയില് കുട്ടിച്ചന്റെ സ്ഥാനം അടക്കം. മായ എന്നെ പരീക്ഷിക്കുകയാണോ? ഈ ചോദ്യം എന്തുകൊണ്ടാണെന്നറിയോ? മായാ മഹേശ്വരിയേക്കാൾ വലിയവനാണ് കുട്ടിച്ചൻ എന്നൊരു തോന്നലുള്ളതുകൊണ്ട്. നിങ്ങളുടെ ബുദ്ധി എനിക്കിഷ്ടമാണ്. ഞാനത് കണ്ടു പഠിക്കാനും പകർത്താനും ശ്രമിക്കുന്നുമുണ്ട്. പക്ഷേ ശക്തിയില് കുട്ടിച്ചൻ മായാ മഹേശ്വരിക്ക് ഒപ്പം എത്തില്ല. ഉണ്ടോ? ഭീഷണി തരക്കേടില്ല. ഇത് ഭീഷണി തന്നെയാ കുട്ടിച്ച. ഞാൻ സേഫ് ആയിരിക്കുമെന്ന് എനിക്ക് ബോധ്യമുള്ള സമയം വരെയാ മറ്റുള്ളവരെ എനിക്ക് സഹായിക്കാൻ പറ്റുക. അല്ലെങ്കിൽ ഞാൻ സെൽഫ് പ്രൊട്ടക്ഷൻ ശ്രമിക്കും. അതാർക്ക് ദോഷം വരുത്തിയാലും എനിക്കൊരു പ്രശ്നവുമില്ല. ഞാൻ അയാളുടെ മുമ്പിലൊന്ന് പോയി നോക്കാം. ബാക്കിയൊക്കെ കുട്ടിച്ചന്റെ ഭാഗ്യം പോലിരിക്കും. എന്നെ ഈ വയസ്സാം കാലത്ത് ഇനി ആര് തോൽപ്പിച്ചാലെന്താ? അതൊരു നാട്ടു നടപ്പാണെന്ന് നാട്ടുകാര് പറയും. പകരം ഞാൻ ജയിച്ച അതൊരു തിരുത്ത. സത്യം പറഞ്ഞ എനിക്ക് മടുത്തു തുടങ്ങി. എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ തോന്നിയാ അപ്പ തോന്നും വെറും ഒരു അടിമയായിട്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നതെന്ന്. അത് നിന്റെ മനസ്സിനെ പറഞ്ഞ് തിരുത്തിയാ മതി. മായാമഹേശ്വരി ഇവിടെ വന്നത് കുട്ടിച്ചന് പുണ്യം ചെയ്യാനൊന്നുമല്ല, കണക്ക് പറഞ്ഞ് എണ്ണി വാങ്ങാനാ. ഞാനിട്ട പാലത്തിലൂടെ നീ നടന്നു പോകുന്നത് സമ്പന്നതയുടെ ഏറ്റവും ഉയർച്ചയിലേക്കാ. നന്ദികേടിന്റെ ഒരു വാക്കുപോലും മായ എന്നോട് പറയാൻ നിൽക്കണ്ട. ഒറ്റമുണ്ടൊടുത്ത് കൈവീശി നടന്നു പോകുന്ന കുട്ടിച്ചന് ശക്തിയില്ലെന്നുള്ളൊരു തോന്നൽ സ്വാഭാവികമാണ്. പക്ഷേ ഈ കൈമോള് കണ്ടോ? അറിഞ്ഞ് കൂട്ടിയൊന്ന് മുറുക്കി പിടിച്ച ഒരാളുടെ ശ്വാസം എടുക്കാന്നുള്ളൊരു ധൈര്യം കുട്ടിച്ചന് ഇപ്പോഴും ഉണ്ട്. നമ്മൾ തമ്മിൽ വാക്കുകൊണ്ട് പോലും ഒരു മത്സരത്തിന് എനിക്ക് താല്പര്യമില്ല. ഡിവൈഎസ്പിയുടെ ചോദ്യം ചെയ്യലിന് മായ പോവും. മായ അത് സമർത്ഥമായി കൈകാര്യം ചെയ്യുകയും ചെയ്യും. അതെനിക്ക് ഉറപ്പാ. മോളെ, മോളിതെങ്ങോട്ട് പോവാ? അമ്മമ്മ ചോദിച്ചത് കേട്ടില്ലേ? ദേ, യാമി മോൾ എങ്ങോട്ട് പോവാൻ ഒരുങ്ങാൻ തോന്നുന്നു. എങ്ങോട്ട്? മോള് റെഡിയായിക്കൊണ്ടിരിക്കുക. എന്റെ ദൈവമേ, മൈഥിലി ഇല്ലല്ലോ ഇവിടെ. അവളെവിടെ പോയതാ? ആരെയോ കാണണോന്ന് പറഞ്ഞു പുറത്തു പോയതാ. മോൾ എങ്ങോട്ട് പോവാ? എനിക്കൊന്ന് പുറത്തു പോണം. അമ്മ വരട്ടെ മോളെ, എന്നിട്ട് പോവാം. എനിക്ക് പോണം. മോളെ, വഴക്കായിട്ടൊന്നും പറയുന്നതല്ല മോളെ. അപ്പൂപ്പനും അമ്മമ്മയും സ്നേഹം കൊണ്ടല്ലേ പറയുന്നേ.
മോളിപ്പൊ തനിച്ചു പോണ്ട. മോക്ക് വയ്യാത്തതല്ലേ? എനിക്കൊരു കുഴപ്പമില്ല. എന്ത് പറഞ്ഞാലും ഇപ്പൊ പോവാൻ പറ്റില്ല, ഞങ്ങൾ വിടില്ല. എനിക്ക് പോണം. ആ. ഞാൻ പോവും. മോളെ നീ വാശി കാണിക്കരുത്. നീ ഇവിടുന്ന് പോയാ അമ്മ വരുമ്പോ ഞങ്ങൾ എന്താ പറയാ? എന്ത് ധൈര്യത്തിലെ നിന്നെ ഞങ്ങൾ പുറത്തു വിടാ? മോള് മുറി പോയിരിക്കെ. മോളെ എന്നെ വിടാൻ. പറഞ്ഞ കേക്ക്. വിടാനല്ലേ പറഞ്ഞത്? വിടാൻ. എന്നെ വിടാൻ. വിടാൻ. ആ, മോളെ ആ, യാമി, യാമി, എന്തേത്? അവള് പുറത്തു പോകണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുക. നീ വരട്ടെ എന്ന് പറഞ്ഞിട്ട് സമ്മതിക്കുന്നില്ല. അതാ തടയേണ്ടി വന്നത്. മോൾക്ക് എങ്ങോട്ടാ പോണ്ടേ? അമ്മ വരാൻ കൂടെ. വേണ്ട. അമ്മ നിന്നെ തനിച്ചു വിടില്ല. എവിടേക്കാണെങ്കിലും ഞാൻ കൂടെ വരും. വേണ്ടെന്ന് പറഞ്ഞില്ലേ? മോൾ അമ്മയെ വിഷമിപ്പിക്കല്. നിന്റെ അവസ്ഥ കൊണ്ടല്ലേ അമ്മ കൂടെ വരാന്ന് പറഞ്ഞത്. അമ്മയുടെ മോൾ അമ്മ പറയുന്ന കേക്ക്. ആരെയാ മോൾക്ക് കാണേണ്ടത്? ആരെയാണെങ്കിലും അമ്മ ഇങ്ങോട്ട് വിളിപ്പിക്കാം, പ്ലീസ്. എനിക്ക് ആരെയും കാണണ്ട. ഞാൻ എങ്ങോട്ട് പോകുന്നില്ല. മോളെ, എനിക്ക് ഭ്രാന്തല്ലേ? എനിക്ക് ഭ്രാന്ത് തന്നെയാ. അപ്പൊ പിന്നെ ഞാൻ ആ മുറി തന്നെ ഇരിക്കാം. എങ്ങോട്ടായാലും വിടാതിരുന്നത് നന്നായി മോളെ. ഇനി യാമി മോളെ കൂടുതൽ ശ്രദ്ധിക്കണം. ശ്രദ്ധ തെറ്റിയാ ഇനിയും അവൾ ഇറങ്ങും. ഹലോ, എന്താ കുട്ടിച്ച? അത്യാവശ്യമാണോ? ഒന്നുമില്ല, ഇവിടെ മോളുടെ ഓരോ പ്രശ്നങ്ങള്. നിർബന്ധമാണെങ്കിൽ ഞാനിപ്പോ വരാം. കുട്ടിച്ചനാ വിളിച്ചത്. എന്തോ ഒരു അർജന്റ് കാര്യം. എനിക്കിപ്പോ പോണോ അച്ഛാ? മോളെ, എന്തായാലും ഇപ്പൊ പോണ്ട, കുറച്ച് കഴിയട്ടെ. യാമി മോൾ അടങ്ങി ഒതുങ്ങി അവിടെ ഇരിക്കട്ടെ. ശരിയമ്മേ, പക്ഷെ കുട്ടിച്ചൻ വിളിച്ച് പോകാതിരിക്കാൻ പറ്റില്ല. കുട്ടിച്ചന്റെ ഓരോ വിളിയും അത്രയും പ്രധാനപ്പെട്ടതാ. ആഹാ, ബാധയ്ക്ക് വന്ന് സ്വീകരിക്കാറൊക്കെ ആയല്ലേ? പിന്നല്ലാതെ. കുട്ടിച്ചൻ എന്താ അത്യാവശ്യമായിട്ട് എന്നോട് വരാൻ പറഞ്ഞ? ഫോൺ ചെയ്യുന്നത് ഞാനും കേട്ടു. കാര്യം എന്താണെന്ന് ചോദിച്ചിട്ട് പറഞ്ഞില്ല. അവിടെ ആകെപ്പാടെ പ്രശ്നമാണമ്മേ. കുറച്ചു മുമ്പ് മോള് പുറത്തേക്ക് ഇറങ്ങി പോവാൻ തുടങ്ങുമായിരുന്നു. എങ്ങോട്ട്? അതറിഞ്ഞൂടാ. അച്ഛനും അമ്മയായിട്ട് തർക്കിച്ചിറങ്ങാൻ തുടങ്ങുമായിരുന്നു. ഞാനപ്പ ചെന്ന് കയറിയതുകൊണ്ടാ അവള് തിരിച്ചു മുറിയിലേക്ക് കയറിയത്. അപ്പോഴാ കുട്ടിച്ചന്റെ വിളി. എന്നാ പിന്നെ നിനക്ക് അവിടെ തന്നെ ഇരുന്നൂടായിരുന്നോ? ഇപ്പൊ എന്തിനാ തിരക്കിട്ട് പോന്നേ? കുട്ടിച്ചൻ വിളിക്കുമ്പോ അങ്ങനെയല്ലല്ലോ അമ്മേ. കുട്ടിച്ചന്റെ വിളി ചെലപ്പോ ഒരു കാര്യമില്ലാത്ത കാര്യത്തിനായിരിക്കും. ആര് പറഞ്ഞു ലക്ഷ്മി? ആര് പറഞ്ഞു നിന്നോട് കാര്യമില്ലാത്ത കാര്യമാണെന്ന്? കാര്യമുണ്ട് എന്താ കുട്ടിച്ച കാര്യം? മോളെ, ജഗന്നാഥൻ കേസ് കൊടുത്ത കാര്യം ഞാൻ അറിഞ്ഞു. അത് തെറ്റാണെന്ന് ഞാൻ പറയില്ല. കുഞ്ഞിന്റെ കാര്യമല്ലേ. പക്ഷേ അത് നിങ്ങളുടെ കുടുംബത്തിനുണ്ടാക്കുന്ന മാനക്കേട് എത്രയാന്നാ കരുതുന്നത്? ഞാനോ അച്ഛനോ അതൊന്നും ചിന്തിച്ചിട്ടില്ല എന്നാണോ കുട്ടിച്ചൻ പറയുന്നത്? ഒരുപാട് ചിന്തിച്ചു. വേറെ എന്താ കുട്ടിച്ച ഒരു മാർഗം? ഇതിലൊരു ഈഗോ ഇല്ല. യാമിയെ വെച്ച് ഒരു മുതലെടുപ്പിന് ശ്രമിക്കുകയല്ല. യാമിക്ക് എന്താ സംഭവിച്ചെന്ന് സാരംകൊന്ന് പറഞ്ഞാ മതി. ഞാൻ എന്റെ കുഞ്ഞിനെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. കേസിന് അടുത്തൊരു മൂവ്മെന്റ് ഉണ്ടായ അവനൊരു വൻ ബിസിനസ്സുകാരനല്ലേ? നീ ആണെങ്കിൽ അറിയപ്പെടുന്ന ഒരു ഡോക്ടറും. ഈ പുതിയ പിള്ളേരുണ്ടല്ലോ, ഒരു മൊബൈലും കൈ പിടിച്ച് വാർത്ത അന്വേഷിച്ച് നടക്കുന്നവര്, അവരാരെങ്കിലും ഒരു കഥയും പടച്ചു വിട്ട് നെറ്റിലോട്ട് ഒട്ടിച്ചാൽ പിന്നെ വിളിയായി, ചോദ്യം ചെയ്യലായി. താങ്ങോ മോളെ നിന്നെ കൊണ്ട്? ആരെങ്കിലും ഒക്കെ ചോദിക്കുമെന്ന് കരുതി ന്യായമുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ലക്ഷ്മി അടങ്ങിയിരിക്കെ.
നിന്നെയും കുടുംബത്തെയും കുറിച്ചൊക്കെ ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുന്നത് കേൾക്കേണ്ടി വന്നാൽ കുട്ടിച്ചന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് കുട്ടിച്ചൻ നല്ല നിലയ്ക്ക് പറയാ, ആദ്യം ജഗന്നാഥനോട് പറഞ്ഞ് പരാതി പിൻവലിക്കുക. സ്വന്തം കുടുംബത്തിനെ കുറിച്ച് പരാതി പറയാൻ അവസരം കൊടുക്കില്ല എന്ന് തീരുമാനിക്കുക. പറ്റില്ല കുട്ടിച്ച. കുട്ടിച്ചൻ എന്നോട് ആവശ്യപ്പെടുന്ന ഏത് കാര്യവും അനുസരിക്കണമെന്ന് താല്പര്യമുള്ള ആള് തന്നെയാ ഞാൻ. പക്ഷെ ഇപ്പൊ കുട്ടിച്ചൻ പറയുന്നത് സാരംഗ് പറയുന്നത് കേട്ടിട്ടാ. സ്വന്തം മകളോട് കരുണയില്ലാത്തൊരു അച്ഛന്റെ റിക്വസ്റ്റ് ഞാൻ അംഗീകരിക്കുന്ന പ്രശ്നമില്ല. സാരംഗ് എന്നെ വേണ്ടാന്ന് പറഞ്ഞപ്പോ ഞാൻ പൊട്ടിത്തെറിച്ചില്ല. സാരംഗ് നമ്മൾ സെപ്പറേറ്റഡ് ആണെന്ന് ആവർത്തിച്ച് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോ ഞാൻ പ്രതിഷേധിക്കോ കരയോ ഒന്നും ചെയ്തില്ല. പക്ഷെ എന്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തില് ഞാൻ വിട്ടുവീഴ്ച ചെയ്യില്ല. ഈ പരാതി ഞാൻ പിൻവലിക്കില്ല കുട്ടിച്ച. ചോദ്യം ചെയ്യുന്ന പോലീസ് ഓഫീസറോട് സാരംഗ് കൃത്യമായി മറുപടി പറഞ്ഞില്ലെങ്കിൽ അതിനുവേണ്ടി എനിക്ക് എവിടെയൊക്കെ കയറി ഇറങ്ങാൻ പറ്റുമോ അവിടെയൊക്കെ ഞാൻ പോകും. ഒരമ്മയ്ക്ക് കുഞ്ഞുങ്ങളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റെന്തും. അല്ലേ അമ്മേ? ശരിയാ മോളെ. ഞാൻ ഇറങ്ങട്ടെ കുട്ടിച്ച. മോളുടെ കാര്യത്തില് ചെറിയൊരു പേടിയുണ്ട്, അതുകൊണ്ടാ. എന്തു പറ്റി? ആറി തണുത്ത നിങ്ങളുടെ മുമ്പിൽ ഇരിക്കാറുള്ള മൈഥിലി അല്ലത്, ആളി കത്തുന്ന മൈഥിലിയാ. കാരണം എന്താണെന്നറിയോ? അവളുടെ കുഞ്ഞ്, ആ കുഞ്ഞിനോടുള്ള അവളുടെ സ്നേഹം. അവിടെ തൊട്ട പൊള്ളും കുട്ടിച്ച. കുട്ടിച്ചനും പൊള്ളും, കുട്ടിച്ചൻ കൊണ്ടു നടക്കുന്ന സാരംഗിനും പൊള്ളും. മാം, ഐ എം റിയലി സോറി. മാമിനോട് ഞാനങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു. അരുൺ, ഇത് റോഡാണ്. ഇവിടെ താൻ ജൂനിയറോ ഞാൻ സീനിയറോ എന്നൊന്നുമില്ല. 2 യാത്രക്കാർ. ഇവിടെ വെച്ചൊരു ഖേദപ്രകടനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. മാം, ഞാനൊന്ന് പറയുന്നൊന്ന് കേട്ടിട്ട് പൊക്കോളൂ. എൻ്റെ ഭാഗത്തുനിന്നൊരു വീഴ്ച സംഭവിച്ചു. അത് മറച്ചു വയ്ക്കാൻ വേണ്ടി എൻ്റെ ശബ്ദം കുറച്ച് ഉയർന്നു പോയി. പ്രത്യേകിച്ച് സ്നേഹക്കൂട്ടത്തിലുണ്ടായിരുന്നുകൊണ്ട് മാമിൻ്റെ അവസ്ഥ ഞാൻ ചിന്തിക്കണമായിരുന്നു. എൻ്റെ എന്തവസ്ഥ? മാമിൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ, യാമിമോളുടെ അവസ്ഥ, ഇപ്പോഴത്തെ കേസിൻ്റെ അവസ്ഥ. മാം എത്രമാത്രം ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചില്ല. ഇതിനു മുമ്പ് ഒരിക്കലും എനിക്കിങ്ങനെ സംഭവിച്ചിട്ടില്ല. എനിക്ക് തന്നോട് പ്രത്യേകിച്ച് പരാതിയൊന്നുമില്ല. താനീ പറഞ്ഞ ഈഗോ ഞാനത് പലരിലും കണ്ടിട്ടുണ്ട്. ചിലർ വിവാഹം കഴിക്കുമ്പോൾ അതുവരെ അവരെന്തായിരുന്നോ അതിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറിപ്പോവും. അത് സ്വാഭാവികം. എന്നെ പോലെ തന്നെ എല്ലാവരും ചിന്തിക്കണമെന്ന് എനിക്ക് പ്രത്യേകിച്ച് വാശിയൊന്നുമില്ല. പിന്നെ എൻ്റെ സ്ട്രിക്റ്റ് നേച്ചർ. എൻ്റെ ജോലിയിൽ എനിക്ക് അങ്ങനെ ആവാനേ പറ്റൂ. എനിവേ, എൻ്റെ ഫാമിലി മാറ്റേഴ്സ് ആലോചിച്ച് അരുൺ തലമുണ്ടാക്കണ്ട. മാം പ്ലീസ്, ഞാൻ കൂടെ കൂടെ വിളിച്ചുകൊണ്ടിരുന്നത് മാപ്പ് പറയാൻ തന്നെയായിരുന്നു. എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ പറ്റിപ്പോയി. ഒരിക്കലും എൻ്റെ ചേച്ചിയോട് ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഒളിഞ്ഞും തെളിഞ്ഞും നീ എന്നെ ചേച്ചിന്ന് വിളിക്കുമ്പോൾ അത് ആസ്വദിച്ചിരുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. പക്ഷെ അരുൺ, എവിടെയോ എന്തോ ഒരു താളപ്പിഴ സംഭവിച്ചിട്ടുണ്ട്. ഇതെനിക്ക് തോന്നുന്നതാ. അത് അരുൺ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അരുണിനെ സംബന്ധിച്ച് അത് ഓക്കെയാ. മാം, എന്നോട് ക്ഷമിച്ചു എന്നൊരു വാക്ക് പറയണം. അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് ഒരു സമാധാനവും കിട്ടില്ല. അതാണ്. ഓക്കെ, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഇനി അതിൻ്റെ പേരിൽ അരുൺ എങ്ങോട്ടും പോകണ്ട. സ്നേഹയ്ക്ക് സുഖമല്ലേ? സ്നേഹ ഇപ്പം നല്ല കുട്ടിയാ. സ്നേഹിക്കാൻ അറിയാവുന്ന നല്ല കുട്ടി. അരുൺ എന്നോട് പറഞ്ഞില്ലേ, എനിക്ക് നഷ്ടപ്പെട്ടത് മറ്റുള്ളവർക്ക് കിട്ടുമ്പോഴുള്ളൊരു കുശുമ്പ്. അതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. എനിക്ക് നഷ്ടപ്പെട്ട കുടുംബ സന്തോഷങ്ങൾ നിങ്ങൾക്ക് കിട്ടുമ്പോൾ എൻ്റെ ഉള്ളിൽ സന്തോഷിക്കും. കാരണം ഞാൻ നിന്റെ സഹോദരനായി കണ്ടതിന് ഒറ്റ അർത്ഥേ ഉള്ളൂ, ഒറ്റ ഭാവേ ഉള്ളൂ. അതിനി എത്ര കാലം നീ എൻ്റെ അടുത്ത് വഴിമാറി നടന്നാലും നിഷേധിച്ചാലും അത് അങ്ങനെ തന്നെയായിരിക്കും. ഓക്കെ?